ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞതുപോലെയും എല്ലാവർക്കും അറിയാവുന്നതുപോലെയും 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ 4 വർഷം പൂർത്തിയാക്കി. ആ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലത്ത് 13ാമത്തെ ജില്ലയിൽ ഈ പരിപാടി നടത്തുന്നത്. നമ്മുടെ നാടിൻ്റെ കാലാനുസൃതമായി മുന്നോട്ട് പോകാത്ത ഒരു നാടായി നമ്മുടെ നാട് 2016 മാറി. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ആ രംഗത്ത് വലിയ തോതിലുള്ള നിസ്സംഗത പാലിക്കുന്ന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാ സൗകര്യം, റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായത്. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും നല്ല റോഡുകൾ പണിയുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി നല്ല രീതിയിൽ വേഗതയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകൾ പണിതിരിക്കുന്നു. നമുക്ക് മാത്രം അത് കഴിക്കില്ല. എന്തായിരുന്നു കാരണം? നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകുന്നു. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടത്. ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് അത് വഹിക്കാൻ തയ്യാറായി. നമ്മുടെ നാട്ടിലെ ചില താർക്കിക വിദഗ്ധന്മാർ ഉന്നയിച്ച വാദഗതിയുടെ കൂടെ നിൽക്കുന്ന നിലയാണ് ഗവൺമെന്റ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. അത് ബസ് പോകുന്നതിന് എന്തിനാണ് വലിയ രീതിയിലുള്ള റോഡ്? അവര് ഒരു ബസ്സിന്റെ വീതി കണക്കാക്കുന്നു. 2 ബസ് പോകാൻ ആ വീതിയിൽ എത്ര സ്ഥലം വേണമെന്ന് അവർ കണക്കുന്നു. അത്രയും സ്ഥലമല്ലേ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള മീറ്റർമാർ പറയും. അപ്പോ നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ ഗവൺമെന്റ് അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം, ആ യോഗത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു. അതിന് ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ റോഡ് എടുക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 45 മീറ്റർ വീതിയുള്ളൂ. ഗവൺമെന്റ് നൽകിയ ബ്ലാങ്ക് ചെക്ക് ആരെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. കേരളം ആകെ സംബന്ധിച്ചു എടുത്തോ. അതിനുശേഷം സ്ഥലം 1 ഇഞ്ച് സ്ഥലവും അതിനുശേഷവും കൊടുത്തു. എന്താ കാരണം? കൂടെ ഇരിക്കുന്ന ജനത അത് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചു. ആ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസിൽ കൂടി സ്ഥലം. അപ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ്. LDF ജനങ്ങളോട് പറഞ്ഞു, ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുന്നു. ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സമീപിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു. പക്ഷേ അപ്പോഴേക്ക് അവർ ഡിമാൻഡ് മാറ്റി. UDF കാണിച്ച ഇത് കാര്യസ്ഥതയ്ക്ക്
നാം പിഴയൊടുക്കേണ്ടതായിരുന്നു. അവർ പറഞ്ഞു, വലിയ വില കേരളത്തിൽ ഭൂമിക്കുണ്ട്, ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ എടുത്തു തരണം. രാജ്യത്തെവിടെയും അങ്ങനെ വലിയില്ല. അതുകൊണ്ട് തന്നെ നാം വലിയ തർക്കം ഉന്നയിച്ചു. ആ തർക്കം നീണ്ടുനിന്ന തർക്കത്തിലേക്ക്. പക്ഷേ നാം വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. കാരണം നാഷണൽ ഹൈവേ വന്നേക്ക്, ആ നാഷണൽ ഹൈവേ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട. അവസാനം നമ്മൾ നിർബന്ധിതരായി. അവര് വെച്ച ഒടുവിലത്തെ ചർച്ചകൾക്ക് ശേഷം ഒടുവിലെത്തിച്ചേർന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകണമെന്ന്. അങ്ങനെ 5600 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരും. ഇത് UDF സർക്കാരിന്റെ ഭാഗമായി കാണിച്ച അധികാരസ്ഥതയ്ക്ക് നാം ഒടുക്കേണ്ടി വന്ന പിഴയാണെന്നതാണ്. അതിനു മുൻപ് ഒരിടത്തും ഇത്തരത്തിൽ പണം നൽകിയ അനുഭവം രാജ്യത്തില്ല. അതിനുശേഷവും ഈ വ്യവസ്ഥ ഒരിടത്തും നടപ്പാക്കിയിട്ടുമില്ല. നമുക്ക് മാത്രം ഇത് അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിന്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന നിലയുണ്ടായി. ഇപ്പോ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്തോ LDFന്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നു. അത് ശരിയാണ്. LDFന് സാധാരണഗതിയിൽ അതിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ചു പോയത് പണി ഞങ്ങൾ ഉപേക്ഷിച്ചതിനെ എത്തിച്ചത് കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFനോട് ചോദിക്കുക. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതുകൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായി? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലർക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാവില്ല. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയും. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിന്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിന് യാതൊരു ഘടവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ ആമത് രക്ഷാവരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങൾ, അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്തിൽ അപകടം ഉണ്ടായല്ലോ, അപ്പൊ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാൻ മഹത, എന്തും പറയാൻ ഭക്ഷണമാണ്. അപ്പോ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതിനെ നമ്മൾ കാണേണ്ടതായിട്ട്. ഇവിടെ LDFന് അതിന് അഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം, ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് നടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ
ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.